أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. സൂറത്ത് അർ-റഹ്മാനിലെ 4 ആയത്തുകളാണിവ. പ്രാരംഭ ആയത്തുകളാണ്, ചെറിയ ആയത്തുകളാണ്. അർ-റഹ്മാൻ പരമകാരുണികൻ, അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ ഖുർആൻ പഠിപ്പിച്ചു, അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹൽ ബയാൻ, അവനെ ബയാൻ അഥവാ സത്യത്തെ അറിയുവാനുള്ള കഴിവ് നൽകി പഠിപ്പിച്ചു. സകല സൃഷ്ടി ജാലങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിപ്പിച്ചതായി പറഞ്ഞിരിക്കുന്നു. മനുഷ്യനെ വിശിഷ്യ ബയാൻ പഠിപ്പിച്ചതായി, സത്യത്തെ അറിയുവാനുള്ള കഴിവ് നൽകിയതായി പറഞ്ഞിരിക്കുന്നു. ഇതാണ് ഈ 4 ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന രൂപം. സൃഷ്ടിക്കുന്നത് സൃഷ്ടാവിൻ്റെ ഒരു സ്വഭാവ ഗുണമാണ്. ആകയാൽ ആ പ്രക്രിയ സ്ഥലകാലങ്ങളുടെ ചട്ടക്കൂടില്ലാത്ത രചനയാണ്. ആ രചനയുടെ പേര് ഖദർ എന്നാണ്. സൃഷ്ടിപ്പിന്റെ ആകെ തുകയായ ഖദർ അല്ലാഹുവിന്റെ ഇൽമാണ്, ജ്ഞാനമാണ്. അവന് ലോകങ്ങളും ഭൂമിയും അവയിലുള്ളതൊക്കെയായി പ്രകട രൂപം നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഇൽമിന്റെ ഖദറിന്റെ ആവിഷ്കാരമാണ് പ്രപഞ്ചങ്ങളും അവയ്ക്കുള്ളിലുള്ളത്. ഖദറിന്റെ ആവിഷ്കാരമായ സൃഷ്ടികൾ, അതിന്റെ ഖദർ അവയുടെ ഉള്ളിൽ കയറുന്നു. അവയുടെ ധർമ്മം ഉള്ളിലെ ഖദറിന്റെ പ്രകാശനത്തിലൂടെ സാധ്യതമാകുന്നു. എല്ലാ ചരാചരങ്ങൾക്കും അവയുടേതായ ഫങ്ഷൻസ്, ധർമ്മം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നടപ്പിലാകുന്നത് അവയുടെ ഉള്ളിലെ ഖദറിന്റെ പ്രകാശനത്തിലൂടെയാണ്. അതുകൊണ്ട് സൃഷ്ടികളെ ഖുർആൻ പഠിപ്പിച്ചതായി പറഞ്ഞിരിക്കുന്നു. ഖദർ എന്നത് ഖുർആനിന്റെ മറ്റൊരു പേരാണ്. 100 കൊണ്ടുള്ള ജ്ഞാനത്തിന്റെ അദൃശ്യ രചനയും, മറ്റേത് പാരായണത്തിനായുള്ള അറബി ഖുർആൻ. മനുഷ്യന്റെ സവിശേഷ ഖദർ അവന്റെ സ്വന്തം ഖദറിനുപരി സപ്തപ്രപഞ്ചങ്ങളുടെ ജ്ഞാനം ഉൾച്ചേർത്തിരിക്കുന്നു. 7 ജ്ഞാനപ്രപഞ്ചങ്ങൾ അതിലുണ്ട്. സൃഷ്ടി പ്രപഞ്ചങ്ങളുമായി സംവദിച്ച് സൃഷ്ടാവിന് അറിയുവാനുള്ള അവസരം കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ അത് സഫലീകരിക്കുവാനുള്ള ശേഷിയും മാർഗവും അവന് നൽകിയിരിക്കുന്നു. അതത്രേ ബയാൻ. അല്ലാഹുവിന്റെ ജ്ഞാനപ്രപഞ്ചങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ ഖുർആന് എല്ലാം വിശദീകരിക്കുന്ന കിതാബായി
അള്ളാഹു പരിചയപ്പെടുത്തുന്നു. സൂറ അൻ-നഹൽ 89-ാമത്തെ ആയത്ത്. وَنَزَّلْنَا عَلَيْكَ الْكِتَابَ تِبْيَانًا لِكُلِّ شَيْءٍ وَهُدًى وَرَحْمَةً وَبُشْرَى لِلْمُسْلِمِينَ. അള്ളാഹു പറയുന്നു, നിനക്ക് നാം ഈ വേദപുസ്തകം ഇറക്കി തന്നിരിക്കുന്നു. ഇതിൽ സകല സംഗതികൾക്കുമുള്ള വിശദീകരണമുണ്ട്. വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് വഴികാട്ടിയും അനുഗ്രഹവും ശുഭ വൃത്താന്തവുമാണ് ഇത്. സൂറത്ത് അൻ-നഹ്ലിലെ ആയത്ത്. ആകയാൽ ഖുർആനിൽ അജ്ഞാനവും ആ ജ്ഞാനത്തിലേക്കുള്ള മാർഗമുണ്ട്. ഖുർആൻ കണ്ടൻസ് വരുത്തി. അതിനകത്ത് ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനം എങ്ങനെ സിദ്ധിക്കാം, എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെ ലഭിക്കാം എന്നുള്ളതിൻ്റെ മാർഗദർശനവും ഖുർആനിൽ തന്നെ ഉണ്ടാകും. ആ ആത്യന്തിക ജ്ഞാനത്തിലേക്കുള്ള മാർഗമാണ് ബയാൻ. ആ മാർഗം അവലംബിക്കുമ്പോൾ നഫ്സിന് ഇൽമ് കൈവരുന്നു. 7 ഘട്ടങ്ങളാണ് അതിനുള്ളത്. സൂറത്ത് മുഅ്മിനൂൻ എന്ന സൂറത്തിൽ 23-ാമത്തെ സൂറത്ത് 17-ാമത്തെ വലഖദ് ഖലഖനാ ഫൗഖഹും സബ്അ തറായിക വമാ കുന്നാ അൻ ഖൽഖി ഗാഫിലീൻ. നിങ്ങൾക്ക് മീതെ നാം 7 സഞ്ചാരപഥങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സൃഷ്ടിയെ സംബന്ധിച്ച് നാം ഒട്ടും അശ്രദ്ധനായിട്ടില്ല. ഒന്നിനു മുകളിൽ മറ്റൊന്നായി സ്ഥാപിച്ചിരിക്കുന്ന 7 ജ്ഞാന പ്രപഞ്ചങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന വഴികളാണ് ബയാനിലുള്ളത്. അങ്ങനെയുള്ള 7 വഴികളാണ് ബയാനിലുള്ളത്. 7 പ്രപഞ്ചങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള 7 വഴികൾ. അതിൽ 6 സൂറത്ത് അർ-റഹ്മാനിൽ നിന്ന് വായിച്ചെടുക്കാം. അവസാനത്തേത് ആത്യന്തിക സത്യം വെളിവാക്കുന്ന നൂറാണ്. അതിൻ്റെ വിശദീകരണം സൂറത്ത് അൻ-നൂറിലാണ്. ഖദറുമായുള്ള ബന്ധം സൃഷ്ടിക്ക് ഫിത്ര എന്ന സവിശേഷ ഗുണം പ്രദാനം ചെയ്യുന്നു. ഫിത്ര മൂലം അവയുടെ പ്രവർത്തനങ്ങൾ സഹജമായി നിർവഹിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പൂർണ്ണ അനുസരണ പുലർത്താൻ കഴിയുന്നു. അല്ലാഹു പറയുന്നു, എല്ലാവരും സജ്ജതയിലാണ്. സൂറ അൻ-നഹൽ 48-49 ആയത്തുകൾ. അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ശൈഇൻ യതഫയ്യഉ ളിലാലുഹു മിനൽ യമീനി വശമാഇലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. പഠിച്ചവൻ പഠിച്ച പദാർത്ഥങ്ങളുടെ നിഴലുകൾ പോലും ഇടത്തോട്ടും വലത്തോട്ടും ചാഞ്ഞും ചരിഞ്ഞും ഏറെ വിനീതമായി പ്രണാമം അർപ്പിക്കുന്നത് ഇവർ കാണുന്നില്ലേ? വലില്ലാഹി യസ്ജുദു മാ ഫി السماوات وما في الأرض من دابة والملائكة وحملها يستكبرون. വെണ്ണിലും മണ്ണിലുമുള്ള ജീവികളൊക്കെയും അല്ലാഹുവിന് പ്രണാമം അർപ്പിക്കുന്നു. മലക്കുകൾ പോലും താൻ പോരുമ നടിക്കാതെ അവനെ പ്രണമിക്കുന്നു. എല്ലാ മനുഷ്യനവസ്ഥകളും ഭൂമിയിലെ പിറവിക്കുമ്പെടുത്ത ഒരു സത്യവാങ്മൂലത്താൽ ബന്ധിതരാണ്. ഫിത്രയുടെ ശോഷണത്തിലും തൻ്റെ റബ്ബ് ഏകവനായ അല്ലാഹുവാണെന്ന് സത്യം മുറുകെ പിടിക്കുമെന്ന് അല്ലാഹുവിൻ്റെ മുമ്പിൽ ചെയ്ത പ്രതിജ്ഞയാണ്
അങ്ങനെ ഉടമ്പടിയാൽ ബന്ധിതനായ മനുഷ്യന് ഭൂമിയിൽ ജനിച്ച് യൗവനത്തിലേക്കുള്ള വളർച്ചയിൽ അവൻ്റെ ഖദർ എന്ന പവിത്രമായ അൽമിലേക്കുള്ള നേർപ്രവേശനം ക്രമേണ നഷ്ടപ്പെടുന്നു. അതോടൊപ്പം ഫിത്രയുടെ നൈസർഗിക മാർഗദർശനം കിട്ടാതെ വരും. പകരം ശരീരവുമായി ബന്ധപ്പെട്ട ഭൗതിക ശേഷികൾ ശക്തി പ്രാപിക്കും. ഈ നശ്വര ശാരീരിക പ്രത്യേകതകൾ ഉപയോഗിച്ച് ഖദറിലേക്കുള്ള മടക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന കഴിവിനെ ബയാൻ എന്ന് പരിചയപ്പെടാം. ബയാൻ അവൻ്റെ ഹിക്മത്ത് അഥവാ ബൗദ്ധിക ജ്ഞാനത്തിൻ്റെ ആയത്ത് അഥവാ ദൃഷ്ടാന്തമാണ്. അത് മനുഷ്യ മസ്തിഷ്കത്തിനുള്ള അപരിമിതമായ പരീക്ഷ കൂടിയാണ്. ഒരു വ്യക്തിയുടെ സത്യത്തിൽ അധിഷ്ഠിതമായ അറിവിലേക്കുള്ള പാതയാണ് ബയാൻ. ഖുർആൻ പാരായണത്തിലൂടെയാണ് ആ പാത തുറക്കപ്പെടുന്നത്. സൂറത്ത് അൽ ഖിയാമയിൽ അല്ലാഹു പറഞ്ഞു, 75-ാമത്തെ സൂറത്ത് 18-ാമത്തെ ആയത്ത്, ഫഇദാ ഖറഅനാഹു ഫഅത്തബിഅ ഖുർആനഹു. അങ്ങനെ നാം ഓതിത്തന്നാൽ ആ പാരായണത്തെ നീ പിന്തുടരുക. ഇന്ന അലൈന ബയാനഹു. അത് 19-ാമത്തെ അടുത്ത ആയത്താണ്. തുടർന്നുള്ള അതിൻ്റെ ബയാൻ അഥവാ അർത്ഥം വിശദമാക്കലും നമ്മുടെ ചുമതല തന്നെ. ബയാൻ അല്ലാഹുവിൻ്റെ രചനയായ ഖദറിൽ പര്യവസാനിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഴി ലഭിച്ച ആദ്യ സെറ്റ് ആയത്തുകൾ, ആദ്യത്തെ വഹിയിലെ ആദ്യ സെറ്റ് ആയത്തുകൾ സൂറത്ത് 96 അൽ ഖിയാമയിൽ 1 മുതൽ 5 വരെ കാണാം. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. ഓതുക സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ. ഖലഖൽ ഇൻസാന മിൻ അലഖ്. അലഖ് എന്ന പൊട്ടിപ്പിടിക്കുന്നതിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇഖ്റ വറബ്ബുക്കൽ അക്രം. ഓതുക നിന്റെ നാഥൻ അത്യുദാരനാണ്. അല്ലദീ അല്ലമ ബിൽ ഖലം. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യനെ അവൻ അറിയാത്തത് അവൻ പഠിപ്പിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഖ്റ അഥവാ പാരായണം ചെയ്യുക എന്ന കൽപ്പനയിലൂടെ ഓതിക്കൊടുക്കുന്നത് ഏറ്റുചൊല്ലുവാൻ ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു. നിരക്ഷരനായ പ്രവാചകൻ തനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് മറുപടി പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ റസൂലിനെ ശക്തിയോടെ പലവരും മുറുകെ ഉണർന്നു ഇതേ കൽപ്പന വീണ്ടും നൽകി. തുടർന്ന് അവതരിച്ച ആദ്യ വഹിയിലെ 5 ആയത്തുകൾ ഏറ്റുചൊല്ലുവാൻ പ്രവാചക തീരുമാനിച്ചു കഴിഞ്ഞു. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന ആത്മാവിലൂടെ, സ്പിരിറ്റിലൂടെ ഉച്ചരിക്കപ്പെട്ട ദൈവീക ഉറവിടത്തിൽ നിന്നുള്ള ഇഖ്റ എന്ന ആജ്ഞ കമാൻഡ്, ഡിവൈൻ കമാൻഡ്, ഒരു ആത്മീയ കൽപ്പനയാണത്. നൂറിനാൽ സൃഷ്ടിക്കപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമയുടെ ആലിംഗനം നൂറിൻ്റെ ആലിംഗനവും. ഈ ആലിംഗനത്തിൽ അന്തം വിട്ട് സദർ അഥവാ മനസ്സ് പിൻവാങ്ങുന്നു. സദർ ഒഴിഞ്ഞ സ്ഥലത്ത് ആത്മീയ കൽപ്പന അറിയുന്ന നഫ്സ് കടന്നു വരുന്നു. സദറിൻ്റെ ഇന്ദ്രിയാധിഷ്ഠിത പുറം ശ്രദ്ധ
നഫ്സിലേക്ക് തിരിയുന്നു. സ്വതന്ത്രമായ അക്കൽ അഥവാ മസ്തിഷ്കം അതിൻ്റെ ധർമ്മം പൂർണ്ണതോതിൽ നിർവഹിക്കാൻ പ്രാപ്തമാകുന്നു. ഭൗതികവും ആത്മീയവുമായ സ്വത്തകൾ ബീയിങ്സ് ഒരൊറ്റ അസ്തിത്വമായി ഒത്തുചേരുന്നു. ദ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ബീയിങ്സ് മെർജ് ഇൻടു വൺ. അവിഭക്ത വ്യക്തിത്വത്തിൽ നഫ്സിനാണ് സ്വാഭാവിക നേതൃത്വം. ഭൗതിക ഇടപെടലുകളുടെ അഭാവത്തിൽ ഓരോ ഫാക്കൽറ്റിക്കും അതിൻ്റെ നേരായ ധർമ്മം, അതിൻ്റെ നേരായ പ്രവർത്തനം അറിയാം. ഓതിയ ഖുർആൻ ഖൽബ് കേൾക്കുകയും അതിൻ്റെ ആന്തരിക ഭാഷ തിരിച്ചറിയുകയും ചെയ്യുന്നു. സത്യമെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആ ആയത്തുകൾ നഫ്സ് ചൊല്ലുകയും സദറിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. അഖൽ സദറിലെ ആത്മീയ കൽപ്പനയുടെ ഇംപ്രഷനുകൾ മനസ്സിലാക്കുകയും ആ ബാഹ്യാവിഷ്കാരത്തിലൂടെ അവ നടപ്പിലാക്കുകയും ചെയ്യുന്നു. സൂറത്ത് അൽ ഖിയാമയിലെ 16-ാം വാക്യത്തിൽ വെളിപാട് സ്വീകരിക്കുമ്പോൾ പാരായണവുമായി തിരക്ക് കൂട്ടരുതെന്ന് പ്രവാചകനെ ഉത്ബോധിപ്പിച്ചിരിക്കുന്നു. ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഖുർആൻ പെട്ടെന്ന് മനഃപ്പാഠമാക്കുവാൻ നീ നാവ് ചലിപ്പിക്കേണ്ടതില്ല. ഇന്ന അലൈന ജംഅഹു വഖുർആനഹു. അതിൻ്റെ സമാഹരണവും അത് ഓതിത്തരലും നമ്മുടെ ബാധ്യതയാണ്. തിടുക്കമെന്നത് മേൽക്കോയ്മ പ്രകടിപ്പിക്കുന്ന ഭൗതിക സ്വത്വത്തിൻ്റെ സ്വഭാവമാണ്. അത് നഫ്സിനെ അവഗണിക്കുകയും ബയാനിനെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്യും. ക്ഷമ ജ്ഞാനിയായ നഫ്സിൻ്റെ സ്വഭാവ ഗുണമാണ്. അത് നഫ്സിനെ മാർഗനിർദ്ദേശം നൽകുക എന്ന തൻ്റെ പ്രാഥമിക റോളിന് മുമ്പുള്ള സാക്ഷിയുടെ റോളിലേക്ക് എത്തിക്കുന്നു. ഭക്തിയോടെയുള്ള പാരായണം സ്വാഭാവികമായും ഖുർആനിൻ്റെ സംഭരണത്തിലേക്കും അതുവഴി ബയാനിലേക്കും നയിക്കുമെന്ന് 17-ാമത്തെ ആയത്ത് ഉറപ്പ് നൽകുന്നു. ബയാൻ ഖുർആനിനെ ഖദറുമായി ബന്ധിപ്പിക്കുകയും അതിനെ ഫുവാദ് എന്ന ആത്മീയ സ്മരണയാക്കി, സ്പിരിച്വൽ മെമ്മറിയാക്കി ഖൽബിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഫുവാദിൽ ഫിസിക്കൽ മെമ്മറി ബ്രെയിനിലാണ്, സ്പിരിച്വൽ മെമ്മറി ഖൽബിലാണ്. വ്യക്തിത്വം ഒന്നാവുമ്പോൾ, സമ്പൂർണ്ണ വ്യക്തിത്വമാകുമ്പോൾ ഈ ഫുവാദുകൾ ഒന്നിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലപ്പോഴും അങ്ങനെ ഒന്നാക്കപ്പെട്ട ഫുവാദിനെയാണ് സംബോധന ചെയ്തിട്ടുള്ളത്, അതിനെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്, പരാമർശിച്ചിട്ടുള്ളത്. ഫുവാദിന്റെ ആന്തരിക മൽക്കിത്താവുമായുള്ള ഖദറുമായുള്ള ഇടപെടൽ, ഇന്ററാക്ഷൻ നഫ്സിനെ അറിവുള്ളതാക്കുന്നു. നഫ്സിന്റെ ഭക്ഷണമാണ് അറിവ്, ജ്ഞാനം. ബയാനിന് സൂറത്ത് അൽ അലഖിലെ മുമ്പോതിയ 5 ആയത്തുകൾ ബയാനെ വിശദീകരിക്കുന്നു. അറബി ഭാഷയിൽ ഇറക്കപ്പെട്ട ഖുർആനിന്റെ പാരായണത്തിൽ തുടങ്ങി അതിൻ്റെ നൂറിനാൽ രചിക്കപ്പെട്ട ഖദറിൽ പര്യവസാനിക്കുന്ന പാതയായി ബയാനെ ഇവ വിശദീകരിക്കുന്നു. സൃഷ്ടാവായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ പാരായണം ചെയ്യുവാനുള്ള ദൈവിക വെളിപ്പാടാണ് ആദ്യ വചനം. ഇഖ്റ, ഈ കൽപ്പന സമ്പൂർണ്ണ
വ്യക്തിത്വത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. വിഭജിക്കപ്പെട്ട സ്വത്വം, സെൽഫ്, ദൈവിക നിർദ്ദേശം ഗ്രഹിക്കുന്നതിന് അപ്രാപ്തമാണ്. അതിനാൽ വ്യക്തിയെ സമ്പൂർണ്ണനാക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പ്രാരംഭായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്നു. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഇത് രണ്ടാമത്തെ ആയത്ത് മനുഷ്യന്റെ ഭൗതിക സ്വത്വത്തെ വിശിഷ്ട സദറിനെ അഭിസംബോധന ചെയ്യുന്നു. സദറിന്റെ അഹംബോധത്തിനും സ്വതന്ത്ര ചിന്തയ്ക്കും എതിരായ ജാഗ്രത ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒട്ടിപ്പിടിക്കുന്ന പദാർത്ഥജന്യ അലക്ക് എന്ന കണത്തിൽ നിന്ന് അല്ലാഹു വളർത്തിയ ബാഹ്യാവരണം മാത്രമാണ് ആ സ്വത്ത്. The physical being is the clothing of the nafs. അതിന് ബലവും പക്വതയും ബുദ്ധിയും നൽകിയത് അവനാണ്. ആ സൃഷ്ടാവിൻ്റെ നാമത്തിലുള്ള ഖുർആൻ പാരായണത്തിലൂടെ സദർ വിനയാന്വിതമാവണം. ശരിയായിട്ടുള്ള ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഇഖ്റ റബ്ബുക്കൽ അക്രം, മൂന്നാമത്തെ ആയത്ത് അക്കലിനോടുള്ള അഭിസംബോധനയാണെന്ന് കാണാം. രണ്ടാമത്തെ ആയത്ത് അത് പൂർണ്ണ സെൽഫിനോട്, രണ്ടാമത്തത് സദറിനോട്, മൂന്നാമത്തത് അക്കലിനോട്. മൂന്നാമത്തെ ആയത്ത് നഫ്സിനെ നൂറിലേക്ക് ആനയിക്കുന്ന ബയാനെന്ന സവിശേഷ കഴിവ് അക്കലിന് നൽകിയ റബ്ബിന്റെ നാമത്തിൽ പാരായണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അവന്റെ മഹാ ഔദാര്യം അക്കലിന്റെ ബുദ്ധിയുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. വല്ലദീ അല്ലമ ബിൽ ഖലം, നാലാമത്തെ ആയത്താണ് പേന കൊണ്ട് പഠിപ്പിച്ച റബ്ബിന്റെ നാമത്തിൽ ഓതുക. നാലാമത്തെ ആയത്ത് നഫ്സിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അൽ കലാം അഥവാ പേനയിലൂടെ പഠിപ്പിക്കുന്നതിനെ പ്രതിപാദിക്കുന്നു. അള്ളാഹുവിന്റെ ഖലമാണ് ഖദർ നഫ്സിന് ലിഖിയ. ഇത് നഫ്സിന് മാത്രമേ വല്ലദീ അല്ലമ ബിൽ ഖലം, നിരീക്ഷകനായിട്ടുള്ള പ്രവാചകൻ പേന കൊണ്ട് എഴുതാൻ അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖദറിനെയാണ്, ഉള്ളിലെ ഖദറിനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചത് ആ കലത്തിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റഹ്മാനിലെ രണ്ടാമത്തെ അല്ലമൽ ഖുർആൻ, ആ ഖുർആനാണ് ഇതിലെ നാലാമത്തെ ആയത്ത് സൂചിപ്പിക്കുന്നു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിഞ്ഞുകൂടാത്തത് അവൻ പഠിപ്പിച്ചു. അഞ്ചാമത്തെ ആയത്ത് നഫ്സിനാൽ നയിക്കപ്പെടുന്ന സമ്പൂർണ്ണ സ്വത്വത്തെ അഭിസംബോധന ചെയ്യുന്നു. സെൽഫ്, ഫിസിക്കൽ സെൽഫ്, സ്പിരിച്വൽ സെൽഫ് രണ്ടും ഒന്നാകുമ്പോൾ ആ ഒന്നായ നഫ്സിനെയാണ് ഇവിടെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. ഇപ്രകാരം നയിക്കപ്പെടുന്നതിലൂടെ നിരക്ഷര ഭൗതിക സത്വം പ്രബുദ്ധമാകുന്നു. ഭൗതികവും ആത്മീയവുമായ സത്വങ്ങളെ, ബീയിങ്സിനെ ശരിയായ അൽമിന്റെ സത്യത്തിൽ ഒന്നിപ്പിക്കുന്നു. ആ സമ്പൂർണ്ണ വ്യക്തിത്വം സത്യം അറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഭജിക്കപ്പെട്ട വ്യക്തിത്വം ഇഖ്റ എന്ന ദൈവിക ആജ്ഞയെ മനസ്സിലാക്കിയില്ല. പിന്നീട് ഒന്നായ സ്വത്വം അള്ളാഹുവിന്റെ കൽപ്പനയെ അറിഞ്ഞ് അനുസരിക്കുകയും ചെയ്തു. അല്ലാഹു അഅലം. അറിവെല്ലാം അവൻ്റേത് മാത്രമാണ്.